ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ ഹോട്ടലും അതിൻ്റെ ഒരു ടൂർ പോലെ ഞാൻ കാണിക്കാമെന്ന്. സോ ഞങ്ങൾ പോയത് വർക്കലയിലുള്ള നെബോ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. അവിടെ ഓർക്കിഡ് ആയുർവേദിക് എന്ന് പറഞ്ഞൊരു സെൻറ്ററിൻ്റെ കുറച്ച് ഔട്ട്ലെറ്റ്സും കൂടെ അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്പാ, മസാജ്, ക്ലിനിക്ക് അങ്ങനെ പറഞ്ഞ ഓർക്കിഡ് ആയുർവേദിക്കിൻ്റെ കുറച്ച് ഔട്ട്ലെറ്റും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ എൻട്രി വരുന്നത്. നമ്മൾ ചെന്ന് കയറുന്നത് ഫേസ് ചെയ്യുന്നത് ആ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് സി എ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് സിയിലേക്കുള്ള നടന്നിറങ്ങി പോകാൻ പറ്റില്ല, വേറെ വഴി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾക്ക് അന്ന് മഴയും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ പോകണമെന്നുണ്ടായിരുന്നില്ല, നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ പോകണമെന്നുണ്ടായിരുന്നില്ല. സോ നമ്മളിപ്പം നേരെ ചെന്ന് കാണുന്നത് സീ വ്യൂ ആണ്. ആ സെയിം വ്യൂ ആണ് ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നല്ല കാറ്റും അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോകാനായിട്ട് പറ്റില്ല. വർക്കിലുള്ള വേറെ ചില ഹോട്ടൽസിനകത്താണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും സ്റ്റെപ്സോ കാര്യങ്ങളോ ഉണ്ടാവും ഡയറക്റ്റ് നമുക്ക് സീയിലേക്ക് ഇറങ്ങി പോകാനായിട്ട്. ബട്ട് ഇവിടെ അങ്ങനെ കാണത്തില്ല. സോ ഞാനിപ്പം കാണിക്കുന്നതാണ് ഫ്രണ്ട് സൈഡ്. ഇനി നമ്മളിപ്പം കയറി വന്നിട്ട് ആദ്യം കാണുന്നത് ആ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ് തന്നെയാണ്. പിന്നെ റോഡ് എന്ന് പറയുന്നത് ഞാൻ ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് കൊടുത്തേക്കാം, ഏത് വഴിയാണ് വരുന്നതെന്ന്. അപ്പം ഇതാണ് നമുക്ക് ഭയങ്കര കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ് ഇവിടെ. എപ്പം ചെന്നാലും കാറ്റാണ്. ഈവനിങ് മാത്രം അങ്ങനെയല്ല, മോസ്റ്റ് പ്രോബ്ലി ചില ഹോട്ടൽസിൽ ഈവനിങ് ആണല്ലോ കാറ്റ്, ഇവിടെ അങ്ങനെയൊന്നുമല്ല, എപ്പോഴും കാറ്റാണ്. സോ അപ്പം ഇത് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ അതാണ്. റൂംസൊക്കെ ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാഫ്, അവിടെ തന്നെ ഉള്ള സ്റ്റാഫുകൾ സ്റ്റേ ചെയ്യുന്ന റൂംസാണെന്ന് തോന്നുന്നു. അതായത് പുറത്തുനിന്ന് ആരും അവിടെ സ്റ്റേ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. സോ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് തോന്നും. മുകളിലൊരു ഈ ഓലപ്പേര മാതിരി ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയും ലൈറ്റിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മേ ബി അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നതേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ഓർക്കിഡ് ആയുർവേദയുടെ ഔട്ട്ലെറ്റ്. ഇവിടെ മസാജ് സെൻറ്റേഴ്സ് അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ അതൊന്നും നമ്മളുടെ പാക്കേജിനകത്ത് വരുന്നതല്ല കേട്ടോ, അതൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ചെറിയൊരു പോണ്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മീനൊന്നുമില്ല, ബട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ റൂമിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്സ്. ഞാൻ പറഞ്ഞില്ല, ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മളിങ്ങനെ കയറി പോകുന്നത്. സോ ഇതാണ് റൂമിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പുകൾ വരുന്നത്. അപ്പം ഒരു ഫ്ലാറ്റ് പോലെ ഒരു സംഭവം എടുക്കുകയാണെങ്കിൽ താഴെ ഒരു റൂം, മുകളിൽ ഒരു റൂം, അങ്ങനെയാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ സീ ആണ്. ഒരു റൂം എടുക്കുമ്പോൾ അതിന് ഒരു ബാൽക്കണി, പിന്നെ എൻ്റെ റൂമാണ്. ബാൽക്കണിയിൽ ഇങ്ങനെ ഇതുപോലെ അവർ ചെയറും അതുപോലെ ഡസ്റ്റ്ബിന്നും വെച്ചിരിക്കും. You know just what you do to me. Play my emotions like a pair of puppet strings. Did it ever occur to you my heart's more than a toy? പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ചെയറിൻ്റെ കേസ് വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ ചെയർ വേണമെന്ന് പറഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല, ബട്ട് ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ ചെയർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നല്ല കാറ്റാണ്, അതുകൊണ്ട് തന്നെ വൈകിട്ട് ഞങ്ങൾ റൂമിലിരിക്കാണ്ട് നമുക്ക് പുറത്തിങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ നല്ല രസമാണ്. നല്ല കാറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു ഫ്രഷ് എയറിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റും. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, ഒരുപാട് സ്പേഷ്യസ് അല്ല, ബട്ട് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. സോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളും സെറ്റപ്പും ഒക്കെ അവിടെ ഉണ്ട്. ഞാനിങ്ങനെ വെറുതെ വന്നിരിക്കുകയാണ്, റൂമിലിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പുറത്തോട്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ കുറേ മരങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ടാകാം നല്ല കാറ്റുള്ളത്, നല്ല തണുപ്പുള്ളത്. ചുറ്റിനും നല്ല ഒരുപാട് മരങ്ങളുണ്ട്. അടയ്ക്ക,
പിന്നെ നമ്മളെ ബാമ്പു തന്നെ കുറേ സ്ഥലത്തുണ്ട്. പല പല സെക്ഷനായിട്ടാണ് അവർ ബാമ്പു പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ആ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഉള്ള സൗണ്ടും ബാമ്പുവിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ ഉള്ള സൗണ്ടും ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ ഓവറോൾ അടിപൊളി ഹോട്ടലായിരുന്നു. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ബെഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.